അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രണ്ടാം ക്ലാസ്സിലെ അഖ്ലാഖാണ് അവസാനത്തെ പരീക്ഷ. രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയിലെ അവസാനത്തത് അഖ്ലാഖാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാം പാഠം മുതൽ മുഴുവൻ പാഠങ്ങളുടെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ പാഠം നല്ലോണം വായിക്കുക. വായിച്ചതിന് ശേഷം ഞാൻ പറയുന്ന ഉത്തരങ്ങൾ നല്ലോണം പഠിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ പാഠം ഒരു നല്ല മോൻ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളോട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എഴുതി പഠിക്കണം, ഉത്തരങ്ങളൊക്കെ എഴുതി പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. വലിയവരെ ഡാഷ് എന്താണ്? ബഹുമാനിക്കണം, ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. അങ്ങനെ ആയാൽ എന്താകും? നല്ല കുട്ടികളാകും. ഇത് നല്ലോണം എഴുതി പഠിക്കാൻ, നല്ല കുട്ടികളാകും. അപ്പൊ ചോദ്യം എങ്ങനെ വരിക? ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം എങ്കിൽ നാം ഡാഷ് എന്താണ്? നാം എന്താകും? നല്ല കുട്ടികളാകും. പിന്നെ ഇവിടെ നിൽക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, ഇതൊക്കെ എഴുതി പഠിക്കുക. നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ഉമ്മ. ഈ പാഠത്തിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അല്ലേ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ്? അപ്പം എന്താ നബി ഉത്തരം പറഞ്ഞത്? നിന്റെ ഉമ്മയോട്. അതൊക്കെ നമുക്കറിയാം, അല്ലേ? ഇനി ഉമ്മ, ഇവിടെ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഉമ്മ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എഴുതുക. അപ്പം എന്തൊക്കെ എഴുതേണ്ടത്? കഷ്ടപ്പെട്ടു വളർത്തി, കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു. പിന്നെ അപ്പോൾ ഇനി ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലുള്ളതല്ലാതെ വേറെ എന്തൊക്കെ അറിയും? അതൊക്കെ എഴുതാം. ഉമ്മ കുളിപ്പിക്കുന്നു, പിന്നെ വസ്ത്രം ധരിപ്പിക്കുന്നു, ഭക്ഷണം തയ്യാറാക്കി തരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉമ്മ എന്തെല്ലാം ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് എഴുതാനും പഠിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാവുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. അതുകൊണ്ട് എഴുതി പഠിക്കുക. കഷ്ടപ്പെട്ട് വളർത്തുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. അങ്ങനെ ഒരു 4 എണ്ണമെങ്കിലും എന്തായാലും പഠിക്കുക. അടുത്തത്, പിന്നെ ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിക്കണം എങ്കിൽ നാം ഡാഷ് എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താണ്? ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം എങ്കിൽ നാം ഡാഷ് എന്താണ്? സ്വ എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. സ് വ എഴുതുക. പിന്നെ ഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ പാഠം മാതൃകാ ബാലൻ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പിന്നെ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു ഡാഷ്. ആരാണ്? യഹ്യ ബിനു ഷറഫ്. ചോദ്യം തിരിച്ചും വരും. എങ്ങനെ? ഇമാം നവവിയുടെ പേരെന്ത്? അപ്പൊ എന്താണ്? യഹ്യ ബിനു ഷറഫ്. അല്ലെങ്കിൽ ഉമ്മയെ വളരെ സ്നേഹിച്ച മകൻ ആരായിരുന്നു? യഹ്യ ബിനു ഷറഫ്. ഇമാം നവവിയുടെ പേരെന്ത്? യഹ്യ ബിനു ഷറഫ്. എല്ലാത്തിന്റെ ഉത്തരം തന്നെ യഹ്യ ബിനു ഷറഫ്. എങ്ങനെ എഴുതാന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഉമ്മാന്റെ ആ സംഭവം, ആ കുട്ടി ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉറങ്ങാതിരുന്ന സംഭവമൊക്കെ നിങ്ങൾ നല്ലോണം വായിച്ചു പഠിക്കണം. അതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്താണ് ഉമ്മ ദുആ ചെയ്തത്? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. അതൊക്കെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞതായതുകൊണ്ടാണ് ഞാൻ അത്ര പ്രധാനം പറയാത്തത്. അടുത്തത് എൻ്റെ പിതാവ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഉപ്പ ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തെല്ലാം, ഉപ്പ വാങ്ങിത്തരുന്നത് എന്തെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ മുതലായവയെല്ലാം പിതാവാണല്ലോ വാങ്ങിത്തരുന്നത്. അപ്പോൾ എന്തൊക്കെയാ പഠിക്കേണ്ടത്? ഉപ്പ വാങ്ങിത്തരുന്നത് എന്തെല്ലാം? ഭക്ഷണം, പിന്നെ വസ്ത്രം, പഠനോപകരണങ്ങൾ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെല്ലാം എഴുതാൻ കഴിയും? അതൊക്കെ എഴുതാം. വസ്ത്രം വാങ്ങിത്തരുന്നു, പിന്നെ സ്കൂൾ ബാഗ് വാങ്ങിത്തരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും? അതൊക്കെ എഴുതാം. അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് ഉപ്പ വാങ്ങിത്തരുന്ന കാര്യങ്ങൾ. ഇനി ഈ പാഠത്തിലെ മറ്റൊരു ചോദ്യമാണ്, മാതാപിതാക്കളുടെ വാക്കുകൾ നാം ഡാഷ് എന്താ? അനുസരിക്കണം. അനുസരിക്കണം എഴുതുന്നത് ശ്രദ്ധിക്കുക. അടുത്ത, പിതാവിനെ വളരെയധികം ബഹുമാനിക്കുകയും ഡാഷ് സ്നേഹിക്കുകയും. എങ്ങനെ എഴുതുക? പിന്നെ ഹി വേണം, കു വേണം, അല്ലെ? സ്നേഹിക്കുകയും ചെയ്യണം. അപ്പൊ അതാണ് ഈ പാഠത്തിൽ. പിന്നെ ഇവിടെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്ങനെ പ്രാർത്ഥിക്കുക? ഇതൊക്കെ എഴുതി പഠിക്കണം. എല്ലാ മക്കളും ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. അടുത്ത പാഠത്തിലേക്ക് പോകണം. 5ാമത്തെ പാഠം എൻ്റെ ഉസ്താദ്. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് ഡാഷ് എന്താ? വലിയ സ്ഥാനമുണ്ട്. എഴുതുന്നത് ശ്രദ്ധിക്കണം. അടുത്തത്, പിന്നെ ശരിക്കും സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ് ആര്? നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും ഡാഷ് എന്താ? സ്വർഗത്തിലേക്കുള്ള. ഇനി ഇങ്ങനെയും വരും, നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഡാഷ് എന്താ? വഴികാട്ടികളാണ്. വഴി എന്ന് എഴുതുമ്പോൾ റായിന്റെ മുകളിൽ 3 പുള്ളി ഇട്ടിട്ട് വഴി എന്നാണ് എഴുതേണ്ടത്. യാ അല്ല, വഴികാട്ടികളാണ്. പിന്നെ അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം ബഹുമാനിക്കണം. ആരെ? അധ്യാപകർ.
എന്താണ് ഉത്തരം? അധ്യാപകർ. അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ഡാഷ് എന്താ ബഹുമാനിക്കണം. അപ്പൊ ഇത് രണ്ടും പഠിക്കണം, തിരിച്ചും അങ്ങോട്ടും പഠിക്കണം. അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ഡാഷ് എന്താണ് ബഹുമാനിക്കണം. ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം ബഹുമാനിക്കണം ആരെ? അധ്യാപകരെ. രണ്ടും നല്ലോണം പഠിക്കുക. അടുത്ത പാഠം ആറാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാകുന്നു. പിന്നെ അവരുമായി ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് അവരുമായി യാതൊരു കാരണത്താലും ഡാഷ് എന്താണ് അകന്നു നിൽക്കരുത്. അവരുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. അല്ല കേട്ടോ ഇവിടെ എഴുതുക, ക എന്നാ എഴുതുക. അകന്നു എന്നാണ് എഴുതുക, വായിക്കുമ്പോൾ അകന്നു എന്നാ വായിക്കുക. അത് പ്രത്യേകം പഠിക്കണം. അടുത്ത കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് ഡാഷ് വളരെ ഇഷ്ടമാണ് എന്ന് എഴുതുമ്പോൾ ഈ കഴിഞ്ഞിട്ട് ഷാഇന് അടിയിൽ പുള്ളി വേണം. പിന്നെ ദാൽ എഴുതിയിട്ട് അടിയിൽ പുള്ളിട്ടെടുത്താൽ എന്താ ഇഷ്ടമാണ്. അടുത്തത് കുടുംബബന്ധം പുലർത്തിയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. എന്താണ് ആയുസ്? എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക. വർദ്ധിക്കുക എന്ന് എഴുതുമ്പോൾ ഹ വേണം. റായിന് സുക്കൂന്, ദാലിന് കസറ്, ഷദ് വേണം, പിന്നെ ഒരു ഹ വേണം. അപ്പൊ വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. ആയുസ് വർദ്ധിക്കാനും ഡാഷ് റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. അതാണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബന്ധുക്കളെ സ്നേഹിച്ചാൽ എന്താണ്, കുടുംബബന്ധം പുലർത്തിയാൽ എന്താണ് ഉപകാരമുള്ളത്, ആ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. പിന്നെ കുടുംബബന്ധം പുലർത്തുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. പിന്നെ ബന്ധുക്കളുമായി നാം ഒരു നിലക്കും അകന്നു നിൽക്കരുത്. പിന്നെ എൻ്റെ അയൽവാസി, അടുത്ത പാഠം എൻ്റെ അയൽവാസി. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെയാണ് നാം ഡാഷ് എന്താ അയൽവാസികൾ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ആരാണ് അയൽവാസികൾ? അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ് അയൽവാസികൾ. രണ്ടും പഠിക്കണം. ഇതിങ്ങനെ പൂരിപ്പിക്കാനും വരും. ഇനി ആരാണ് അയൽവാസികൾ ചോദിച്ചും വരും. അപ്പം എന്താ വരിക? അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെയാണ് നാം അയൽവാസികൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ഡാഷ് എന്താ ചെയ്തു കൊടുക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പൂരിപ്പിക്കാനാണ് വരിക. അയൽവാസി ഡാഷ് എന്താ പട്ടിണി. എങ്ങനെ എഴുതി ശ്രദ്ധിക്കുക. പട്ടിണി. കിടക്കുമ്പോൾ ഡാഷ് വയറ് നിറച്ചു ഡാഷ് ഭക്ഷണം എഴുതാൻ പഠിക്കുക. ഭക്ഷണം കഴിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല, അങ്ങനെ വരും. ഇനി ക്രമം തെറ്റിച്ചിട്ട് തന്നെ ക്രമാക്കാനും വരും. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഇത് അതുപോലെ കാണാതെ പഠിക്കുക. എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ കാണാതെ എഴുതി നോക്കുക, ഏതൊക്കെ എഴുതാൻ കിട്ടുന്നുണ്ട്, ഏതൊക്കെ എഴുതാൻ കിട്ടാത്തത്. പിന്നെ അവർ ഏത് മതത്തിൽപ്പെട്ടവരായാൽ നമുക്ക് ഡാഷ് തന്നെയാണ്. ആരാണ്? അയൽവാസി തന്നെയാണ്. അതും പഠിക്കുക കേട്ടോ. അവർ ഏത് മതത്തിൽപ്പെട്ടവരായാൽ നമുക്ക് അവർ അയൽവാസി തന്നെയാണ്. അടുത്ത പാഠം എട്ടാമത്തെ പാഠം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുത്തുനബി അല്ലെ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ ഡാഷ് എല്ലാവരും ബഹുമാനിക്കുന്നു. എന്താ പഠിക്കേണ്ടത്? തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ ഡാഷ് എല്ലാവരും ബഹുമാനിക്കുന്നു. അടുത്ത ചോദ്യം നാം തിരുനബിയെ നന്നായി ഡാഷ് സ്നേഹിക്കണം. എഴുതാൻ പഠിക്കണം. ഇതൊക്കെ പേപ്പർ എടുത്തിട്ട് എഴുതണം കേട്ടോ. സ്നേഹിക്കണം. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. അപ്പൊ ചോദ്യം ഇതാണ് പൂരിപ്പിക്കാന്. എന്താണ്? നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം ഡാഷ് നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം ഡാഷ് സ്വലാത്ത് ചൊല്ലും. ഇങ്ങനൊരു ചോദ്യം. മറ്റൊരു ചോദ്യം നബിയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലും ആര്? നബിയെ ഇഷ്ടപ്പെടുന്നവർ. എന്താണ് ഉത്തരം? നബിയെ ഇഷ്ടപ്പെടുന്നവർ. പിന്നെ ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞ നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേര് ധാരാളം ഡാഷ് എന്താ സ്വലാത്ത് ചൊല്ലും. നാം തിരുനബിയെ നന്നായി ഡാഷ് എന്താ സ്നേഹിക്കണം. ഇനി അടുത്ത പാഠം ഒമ്പതാമത്തെ പാഠം സലാം പറയൽ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം ഡാഷ് എന്താണ് അസ്സലാമു അലൈക്കും. സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം എന്താണ്? അസ്സലാമു അലൈക്കും. എഴുതാൻ പഠിക്കുക. അടുത്തത് നടന്നു വരുന്ന ആൾ ആരോട് സലാം പറയണം? ഇരിക്കുന്നയാളോട്. അപ്പൊ ഇത് പഠിക്കുക, ഇരിക്കുന്ന ആളോട്. അടുത്തത് ചെറിയവർ ഡാഷ് വലിയവരോട്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കുക. പിന്നെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് ഡാഷ് എന്താണ് സലാം പറയൽ. ഇത് നല്ലോണം പഠിക്കുക. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് ഡാഷ് സലാം പറയൽ. അടുത്തത് എന്താണ് അസ്സലാമു അലൈക്കും എന്നുള്ളതിന്റെ അർത്ഥം? ഒരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. എഴുതാൻ പഠിക്കണം. സമാധാനം ഹാ ഉണ്ട്, നിങ്ങൾക്കുണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 10ാമത്തെ പാഠം ബിസ്മി ചൊല്ലി തുടങ്ങാം. ഈ പാഠത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ എന്ത് വേണം? ബിസ്മി ചൊല്ലണം. എന്താണ്? ബിസ്മി ചൊല്ലണം.
അടുത്തത് ബിസ്മി ചൊല്ലി വേണം എല്ലാ നല്ല കാര്യങ്ങളും ഡാഷ് തുടങ്ങാൻ. എഴുതി പഠിക്കണം. തുടങ്ങാൻ. അടുത്ത ചോദ്യം, ബിസ്മി ചൊല്ലേണ്ട സമയങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ഭക്ഷണം കഴിക്കുമ്പോൾ 1, ഉറങ്ങുമ്പോൾ 2, ഉണരുമ്പോൾ 3, പഠിക്കുമ്പോൾ 4. ഏതൊക്കെ? ഒന്ന് ചോറുന്ന, ഭക്ഷണം കഴിക്കുക, അതാലോചിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എവിടേക്കാ പോവുക? ബെഡിലേക്ക് ഉറങ്ങാൻ. അപ്പോൾ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഉണരുക. അപ്പോൾ ഉണരുമ്പോൾ. പിന്നെ ഉണർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രഷ് ആയിട്ട് പഠിക്കും അല്ലേ? അപ്പോൾ പഠിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓർത്താൽ മതി. ആദ്യം ഭക്ഷണം കഴിച്ചു, എന്ത് ചെയ്തു? രാത്രി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് പഠിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ എവിടേക്കാ പോവുക? ഉറങ്ങാൻ. അപ്പോൾ ഉറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എണീക്കുക. അപ്പോൾ ഉണരുമ്പോൾ ബിസ്മി ചൊല്ലണം. പിന്നെ ഉണർന്നു കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അപ്പോൾ ബിസ്മി ചൊല്ലേണ്ട സമയങ്ങൾ പഠിച്ചു. പിന്നെ അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ ഡാഷ് എന്താണ്? പിശാജ് അകന്നു പോകും. കാണാതെ പഠിക്കണം. അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ ഡാഷ് എന്താണ്? പിശാജ് അകന്നു പോകും. അടുത്ത ചോദ്യം, പിശാജ് അകന്നു പോകും എപ്പോൾ? അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയാൽ. ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ ഡാഷ് എന്താ? നന്നാകും. പിന്നെ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഡാഷ് എന്താണ്? ഗുണം കുറഞ്ഞതാകുമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങാത്തതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഗുണം കുറഞ്ഞതാകുമെന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചില്ലേ? അപ്പോൾ ഈ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. സത്യം പറയാം. ഈ പാഠത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സത്യം പറയൽ മഹത്തായ ഡാഷ് എന്താണ്? ഒരു ഗുണമാണ്. ഗുണമാണ്. പിന്നെ എന്താണ് സത്യം? ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. അത് പഠിക്കണം. അടുത്ത് പൂരിപ്പിക്കാൻ, ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് ഡാഷ് എന്താണ്? സത്യം. അടുത്ത്, സത്യം പറയുന്നവർ ആരെല്ലാം ഇഷ്ടപ്പെടും? അള്ളാഹുവും സർവ്വജനങ്ങളും. സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം? അള്ളാഹുവും സർവ്വജനങ്ങളും. വേറൊരു ചോദ്യം, സത്യം പറയുന്നവൻ അള്ളാഹുവും സർവ്വജനങ്ങളും ഡാഷ് എന്താ? ഇഷ്ടപ്പെടും. എങ്ങനെ എഴുതേണ്ടത് ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെടും. അടുത്തത്, മുഅ്മിനികൾക്ക് യോജിച്ചതല്ല എന്ത്? കളവ് പറയൽ മുഅ്മിനികൾക്ക് യോജിച്ചതല്ല. ഇനി വേറൊന്ന്, കളവ് പറയൽ മുഅ്മിനികൾക്ക് ഡാഷ് എന്താ? യോജിച്ചതല്ല. ഏതൊക്കെ അക്ഷരങ്ങളെ ശ്രദ്ധിക്കുക? യോജിച്ചതല്ല. പിന്നെ വേറൊരു ചോദ്യം, കപടവിശ്വാസികളുടെ അടയാളമാണ് എന്ത്? കളവ് പറയൽ. ഇനി തിരിച്ച്, കളവ് പറയൽ ആരുടെ അടയാളമാണ്? കപടവിശ്വാസി. രണ്ടും ചോദ്യം വന്നിട്ട്. മൂന്നാമത്തെ ഒരു ചോദ്യം, കളവ് പറയൽ കപടവിശ്വാസികളുടെ ഡാഷ് എന്താണ്? അടയാളം. 3 ചോദ്യം ഒരേ വരിയിൽ നിന്ന് ഞാൻ പറഞ്ഞു 4 ചോദ്യമുണ്ട്. കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഡാഷ് യോജിച്ചതല്ല. അപ്പൊ 4 ചോദ്യം ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്ത 2021 പുതിയ ചോദ്യം വരാം. എന്താ? കളവ് പറയൽ യോജിച്ചതല്ല ആർക്ക്? മുഅ്മിനുകൾക്ക്. ഇങ്ങനെയും ചോദ്യം വരാം. അപ്പോൾ ഒരു 5 ചോദ്യം ഈ ഒരൊറ്റ വരിയിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ട്. നല്ലോണം പഠിക്കുക. അടുത്ത്, സത്യം ഡാഷിലേക്കും ഡാഷ് സ്വർഗത്തിലേക്കും നയിക്കും. എന്താ? സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ? സത്യം ഡാഷിലേക്ക് നന്മയിലേക്കും നന്മ ഡാഷ് സ്വർഗത്തിലേക്കും നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്? കോപ്പി എഴുതുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് വാക്കുകൾ തരും, ആ വാക്കുകൾ നോക്കി എഴുതാനായിരിക്കും. അപ്പോൾ എഴുത്തിന്റെ കാര്യം 2ാം ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.